സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. കൈവെട്ട് കേസിലെ പ്രതിയും SDPI സ്ഥാനാർത്ഥിയായി വാഴക്കുളം ബ്ലോക്കിലേക്ക് മത്സരിച്ച അനസിനെ കനത്ത സുരക്ഷയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് കൊണ്ടുവന്നത്. വാഴക്കുളം ബ്ലോക്കിലെ വഞ്ചനാട് ഡിവിഷനിൽ നിന്നാണ് അനസ് മത്സരിച്ച് വിജയിച്ചത്. റിമാൻഡിൽ കഴിയുന്ന അനസിനെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും നിരവധി പ്രവർത്തകർ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. തൃശൂർ വെയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് അനസിനെ കനത്ത സുരക്ഷയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി കൊണ്ടുവന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മറ്റ് അംഗങ്ങൾക്കൊപ്പം അനസും സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന ബ്ലോക്ക് അംഗം K. കുഞ്ഞുമുഹമ്മദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമപരമായ രേഖകളിൽ ഒപ്പുവെച്ച് പുറത്തിറങ്ങിയ അനസ് ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ജയിലിലേക്ക് മടങ്ങിയത്. ജനങ്ങളാണ് എന്നെ ജയിപ്പിച്ചിട്ടുള്ളത്. ജനകീയമായ എല്ലാ വികസനത്തിനും ഞങ്ങളുടെ 100% സപ്പോർട്ട് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ജനകീയ വികസനം തന്നെ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായി അനസിന്റെ ബന്ധുമിത്രാദികളും എത്തിയിരുന്നു. ആലുവ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ വഞ്ചനാട് ഡിവിഷനിൽ 1902 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SDPI സ്ഥാനാർത്ഥിയായി അനസ് വിജയിച്ചത്. ന്യൂസ് കൊച്ചി.